വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഋത്തും ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഋത്തും എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായിക എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായിക അൾത്താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു എല്ലാം നിനക്കായി നൽകാം ദേവാലയത്തിൽ വരുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ ഇടവക ജനമേ, ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇരിക്കാം. നമ്മൾ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഒരുങ്ങി കർത്താവ് ശിഹായുടെ പീഡാസഹനം, ഉയർപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന വളരെ മനോഹരമായൊരു ദിവസമാണ് ഇന്ന്. വിഭൂതിയുടെ ഈ തിരുക്കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വിഭൂതിയുടെ തിരുക്കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോജനച്ചനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിയച്ഛൻ ഡയറൽ അച്ഛനും നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ നമുക്ക് ഈ ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രത്യേകമായിട്ട് കടക്കാം ഈ വിഭൂതിയുടെ തിരുക്കർമ്മത്തിലൂടെ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടുകൂടെ നമ്മുടെ ഇടവക മാത്രമല്ല, അബ്ബാസിയ ഇടവക കൂടെ ഈ ഒരു വിഭൂതിയുടെ തിരുക്കർമ്മത്തിൽ പങ്കുചേരുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അബ്ബാസിയിൽ നമുക്കറിയാം പള്ളിയില്ലാത്തത് കൊണ്ട് അവിടേക്ക് നമ്മൾ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് കൊടുത്തിരിക്കുകയാണ്. അവർ ഓൺലൈനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അബ്ബാസിയ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവരുടെ ഒരു നിയോഗം, പള്ളി എന്നുള്ളതൊരു നിയോഗമാണ്. അപ്പോൾ ആ ഒരു നിയോഗത്തിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയായിട്ട് എടുക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ നമ്മുടെ ഒരു നിയോഗങ്ങളിലൊന്ന് അബ്ബാസിയിലെ ഒരു ദേവാലയം എന്ന മനോഹരമായൊരു ഇൻറ്റൻഷൻ ആവട്ടെ എന്ന് കൂടെ ഓർമ്മിപ്പിച്ച്, നൗ ഐ വെൽക്കം അവർ dear parish priest and rector Father Darrell to say words of blessing and begin the Holy Eucharist. Good evening, my dear brothers and sisters, all of you present here in this church and also those who are following us online. God bless all of you. The season of grace begins with this Holy Eucharist, and the season is not to be sad, not to have grave faces, but then be joyful, to sacrifice something for the love of God, and to have this special time for the special prayers, a little more sacrifice, to take a little more pain for the love of Jesus. So let us begin positively. And all those who are online, especially the parishioners of Abbasiya, all of you are welcome over here. And we do not pray that you should be permanently coming over here, but then we pray every day that you may get a place of worship very soon. God bless you all. Thank you very much. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായി ഞങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? അങ്ങയുടെ വഴികൾ അന്വേഷിക്കുവാനും തിരുവചനത്താൽ നയിക്കപ്പെടുവാനും കൃപയുണ്ടാകണമേ. അങ്ങയുടെ വിടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരുണാതെ ജീവിക്കുന്നവനും
നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും കോപിക്കുന്നവനെ അവഗണിക്കുന്നവനും കർത്താവിനെ ഭയപ്പെടുന്നവനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു, അവൻ ഒരിക്കലും ഇളകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ്യ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുസ്ഥിരഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് ഉരുവാക്കിയ എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കാൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും ഭക്ഷിക്കരുത്,
അതിൽ തൊടുകയും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല. കാരണം അതിൽ നിന്ന് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷം ഭക്ഷിക്കാൻ ഉപയുക്തവും കണ്ണുകൾക്ക് ആകർഷകവുമാണെന്ന് സ്ത്രീ കണ്ടു. ആ വൃക്ഷം അറിവേകാൻ പര്യാപ്തവുമായിരുന്നു. അവൾ അതിൻ്റെ ഫലത്തിൽ നിന്ന് എടുത്തു ഭക്ഷിച്ചു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും അവൾ നൽകി. അവനും ഭക്ഷിച്ചു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി തങ്ങൾക്കായി അരക്കച്ചയുണ്ടാക്കി. സായാഹ്നക്കാറ്റിൽ തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവമായ കർത്താവിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും അവൻ്റെ ഭാര്യയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവമായ കർത്താവ് പുരുഷനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായിരുന്നതിനാൽ ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഭക്ഷിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിച്ചുവോ? അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ അവളാണ് വൃക്ഷത്തിൽ നിന്നുള്ള ഫലം എനിക്ക് നൽകിയത്. ഞാനത് ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുള്ള വായന. എന്തെന്നാൽ നീതിയുടെ ഉറവിടമാണ് അങ്ങയുടെ ശക്തി. എല്ലാറ്റിൻ്റെ മേൽ അങ്ങേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ അങ്ങേക്കിടയാകുന്നു. അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കുന്നു. അറിഞ്ഞിട്ടും ഗർഭഭാവിക്കുന്നവരെ അങ്ങ് ശാസിക്കുകയും ചെയ്യുന്നു. ശക്തിയുടെ അധിപതിയായിരിക്കുന്ന അങ്ങ് ദയയോടെ വിധിക്കുന്നു. അതിയായ ദയയോടെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നു. എന്തെന്നാൽ ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ മനുഷ്യസ്നേഹിയായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് ജനത്തെ പഠിപ്പിച്ചു. പാപത്തെക്കുറിച്ച് അനുതാപം നൽകിക്കൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് പ്രത്യാശ കൊണ്ട് നിറച്ചു. അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾ മരണാർഹരാണെങ്കിലും അവരെ ഏറെ ശ്രദ്ധയോടും പരിഗണയോടും കൂടെയാണ് അങ്ങ് ശിക്ഷിച്ചത്. അങ്ങനെ ദുഷ്ടതയിൽ നിന്ന് വിട്ടകലാൻ അങ്ങ് അവർക്ക് സമയവും സാഹചര്യവും നൽകി. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാട്ടിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം
കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. എൻ്റെ കർത്താവേ, പാപിനിയായ മറിയം നിന്റെ ശിരസിൽ സുഗന്ധ തൈലം പൂശിയപ്പോൾ നിന്നിൽ നിന്ന് പ്രസരിച്ച ഹൃദ്യമായ പരിമളം ഈ ധൂപത്തോട് കലർത്തേണമേ. നിന്റെ ബഹുമാനം ഞങ്ങൾ കടങ്ങളുടെയും പാപങ്ങളുടെ മോചനത്തിനും ഈ ധൂപം ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. മിശിഹാ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങളിൽ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളെക്കുറിച്ച് കരുതേണ്ടതിൽ ഉപരിയായി സ്വയം കരുതരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും മിശിഹായിൽ ഏക ശരീരമാണ്, ഓരോരുത്തരും പരസ്പരം ബന്ധമുള്ള അവയവങ്ങളും. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസൃതം വ്യത്യസ്ത ദാനങ്ങളുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചും, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിലും, പ്രബോധകൻ പ്രബോധനത്തിലും, ഉപദേശകൻ ഉപദേശത്തിലും ഉപയോഗിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം കൊടുക്കുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആശ്രയമരുളും കർത്താവിങ്കൽ ശരണമടയ്ക്കുക ജീവിത ഭാഗ്യം. നാഥനു സമനായാരുണ്ടോർത്ത പിന്നിലും അതുപോലെ ധരമേലും. ദൈവിക നന്മകൾ കീർത്തിച്ചിടാം, നാവിനു തെല്ലും കഴിവില്ലല്ലോ. നാഥനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും.
ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഷോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ പേതൃത്വ വളരെ ആഘോഷപൂർവം കൊണ്ടാടി. നോമ്പ് തുടങ്ങി എന്നതിന് മുൻ ആസ്വാദനമായിട്ട് വേണമെങ്കിൽ പേതൃത്വയെ നമുക്ക് വിവരിക്കാൻ. പേതൃത്വ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിരിച്ചുപോക്ക് എന്നാണ്. എന്തിൽ നിന്നാണ് തിരിച്ചു പോകേണ്ടത്? എന്തിൽ നിന്നാണ് തിരിഞ്ഞു നോക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുകയും ആ തിരിഞ്ഞു നോട്ടത്തിൽ നമുക്കുണ്ടായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒപ്പം തന്നെ ദൈവാനുഗ്രഹങ്ങളും നമ്മൾ എണ്ണേണ്ടതുണ്ട്. ആ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക, അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ കൊയർ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുകയായി. അവർ പറഞ്ഞു, ഏത് രീതിയിലാണ് നമ്മൾ തൂയ പാടുന്നത്? തൂയ എന്ന് പറഞ്ഞാൽ അന്നാ പെസഹ തിരുനാളിൽ ആ ഒരു ട്യൂണാണ്. അപ്പോൾ അത് സാധാരണ മരിച്ചവരുടെ ട്യൂണാണ് നമ്മൾ പാടാറ്. അപ്പോൾ ഏറ്റവും അവസാനം പാടുന്നൊരു പാട്ടുണ്ട്, അതും മരിച്ചവരുടെ ട്യൂണിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നോമ്പുകാലം മൊത്തം ശോകമൂകമായിരിക്കും. ശോകമൂകമായി ജീവിക്കുവാനോ നോമ്പ് അനുഷ്ഠിക്കുവാനോ തിരുസഭ കൽപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് മറ്റൊന്നുമല്ല. മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്നാണ് വചനം പറയുക. എങ്ങനെയാണ് ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ സാധിക്കുക? അബ്ബാസിയിൽ ഓരോ ബേസ്മെൻ്റായിട്ട് അടഞ്ഞു വരുമ്പോൾ ജനങ്ങൾ ചോദിക്കും, അച്ഛാ അടുത്ത ബേസ്മെൻറ്റ് എന്നാണ് തുറക്കുക? അടച്ച ബേസ്മെൻറ്റ് എന്നാണ് തുറക്കുക? ഇതാ ഇപ്പം 3 ബേസ്മെൻറ്റുകളുള്ളത്, 3 ബേസ്മെൻറ്റുകളും അടച്ചു. നമുക്ക് ചില അവസരങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും വഴി വിട്ട് നിൽക്കുകയും ഒപ്പം തന്നെ സ്റ്റക്കാവുകയും ചെയ്യുന്ന ചില അവസരങ്ങൾ. വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയും പരിഹാര പ്രവൃത്തികളും ക്ലേശങ്ങളും ഒക്കെ നേരിടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ഈശോ വഴി നടത്തുക? എന്നാൽ വഴിമുട്ടി നിൽക്കുന്ന ചില അവസരങ്ങളുണ്ട്. ഇന്ന് നമ്മളത് ആണ് കേട്ടത്, സുവിശേഷത്തിൽ കേട്ടു. ദുഃഖമനുഭവിക്കുന്നവരും പീഡിതരുമായിട്ടുള്ളവരും നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, കാരണം നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേട്ട വായനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യരുമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ
നമ്മോട് തന്നെ ഉള്ള ബന്ധത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒത്തിരി ബലഹീനതകളുള്ള മനുഷ്യരാണ് നാം ഓരോരുത്തരും. പെതൃത എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. തിരിച്ചു പോക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചെയ്തികളെ വിലയിരുത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ, ദൈവം തന്ന നല്ല കാര്യങ്ങളെയും ഒപ്പം തന്നെ നമുക്കുണ്ടായ വീഴ്ചകളെയും വിലയിരുത്തുക എന്നൊക്കെയാണ്. ഈ നോമ്പുകാലം തിരുസഭ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഒപ്പം തന്നെ ഉത്ഥാനത്തിൻ്റെയും കുറിച്ച് കൂടുതൽ അവഗാഹമായിട്ട് ധ്യാനിക്കുവാനും ഒപ്പം തന്നെ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിതനായ ഉത്ഥാനം ചെയ്ത ഈശോയെ ധ്യാനിക്കുവാനും ഒപ്പം തന്നെ തിരുസഭ പഠിപ്പിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ പ്രാർത്ഥനയുടെയും ഒപ്പം തന്നെ മനുഷ്യരുമായിട്ട് പ്രവർത്തനം അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് പരിഹാര പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം തന്നെ സൽപ്രവർത്തികളിലൂടെയും നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനും ഏറ്റവും അവസാനം ഉപവസിക്കുവാനുമാണ് സഭ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആവശ്യപ്പെടുക. എപ്രകാരമാണ് ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുക? പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെ, എൻ്റെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടുക, സൽപ്രവർത്തികളിലൂടെ. ഞാനുമായിട്ട് ദൈവം കൂടുതൽ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള കൂടുതൽ സുതാര്യവും സുദൃഢവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആയിരിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം കൂടി. കൂടെ ആയിരിക്കുവാനായിട്ട് പ്രാപ്തരാക്കുന്നത് നമ്മെ സൽപ്രവർത്തികളിലൂടെയും ഒപ്പം തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെയുമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഉപവാസ കാലഘട്ടം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഈ കാലഘട്ടം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. വിഭൂതി തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല അർത്ഥത്തിലും അത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശിരസിൽ നമ്മൾ ഈ ചാരം പൂശുന്നത്? ചാരം നമുക്കറിയാം, അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് അതിൻ്റെ ചാരമെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് അപ്രത്യക്ഷമാകേണ്ടതുണ്ട്, ഒന്ന് ദഹിച്ച് തീരേണ്ടതുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തിത്തീരേണ്ടതാണ്, പ്രകാശം നൽകേണ്ടതാണ്. ചാരം നമ്മുടെ ശിരസിൽ പൂശുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉത്തമമായിട്ടും ശ്രേഷ്ഠമായി കരുതുന്നതാണ് ശിരസ്. ആ ശിരസിൽ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷമുണ്ടാകുവാനും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, മറ്റുള്ളവർക്കെതിരായി മറ്റുള്ളവരെ നമ്മൾ ക്രൂശിച്ചതും മറ്റുള്ളവർക്ക് എതിരായി പിറുപിറുത്തതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ആ ഉത്ഭവം എപ്രകാരമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈശോയുടെ തിരുരക്തത്താൽ, തിരുശരീര രക്തത്താൽ, പ്രത്യേകിച്ച് പീഡകളും കുരിശുമരണവും ഒപ്പം ഉത്ഥാനവും ധ്യാനിക്കുമ്പോൾ നമ്മളും ആലോചിക്കണം, ഞാനും എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം, സഹോദരിയുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. എപ്രകാരമാണ് ജീവിത നവീകരണം വഴി നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വായിച്ചു കേട്ടു. നിങ്ങൾ ഈ ലോകവുമായിട്ട് അനുരൂപരാകരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു നവീകരണം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകട്ടെ. ഈശോയോട് പ്രത്യേകമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനും അവിടുത്തെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തി ദൈവവുമായിട്ടും എൻ്റെ സഹോദരി സഹോദരന്മാരുമായിട്ടും കൂടുതൽ
അനുരഞ്ജനപ്പെട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ഈ ഒരു നോമ്പ് കാലഘട്ടം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിവാ കണ്ണീരാരുതരും നീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടാ കണ്ണീരാരുതരും നിൻ തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ നിൻ തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ പാഴായി പോയൊരു ദിനമെല്ലാം ഓർത്തോർത്തുരുകി കരയാനാ താപത്തിൻ കണ്ണീരാരുതരും താപത്തിൻ കണ്ണീരാരുതരും പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിൻ്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച് നിനവേക്കാര് ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മനുഷ്യാനീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നോനം അനുതാപ
ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതിയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായി തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ദൈവപുത്രൻ വരുന്നൊഴിയിൽ ധാന്യകളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടെരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ആയിരങ്ങൾ വീണു താഴുന്നു, മദ്യമാനസങ്ങൾ വെന്തുനീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ച വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ.
മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ശിലോഹായിൽ ഗോപുരം വീണു, കൂടിനരേറി മരിച്ചു വീണു. തപം ചെയ്തു വരം നേടായിൽ നിങ്ങൾ അതുപോലെ തകർന്നു പോകും. മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായി തീരും. മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. കാരുസ്വസ പ്രാർത്ഥനകൾക്കായിട്ട് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശയുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെയും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തയുടെയും ഞങ്ങളുടെ പിതാവും രൂപാധ്യക്ഷനുമായ മാർ ആൾഡോ മെത്രാൻ്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
കരുണയുണ്ടാകണമേ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനും ദൈവരാജ്യം സ്ഥാപിക്കാനുമായി ഭൂമിയിലേക്ക് വന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പ്രവാചകൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപം പ്രകടിപ്പിച്ച് കള്ളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകി കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവ വിനിയോഗിക്കാൻ ഞങ്ങളെ ബലമേൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവെ, ആത്മപരിത്യാഗത്തിൻ്റെയും ഹൃദയപരിവർത്തനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്കു വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്നേഹ പ്രവൃത്തികളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖമായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യപ്പിനായി തല കുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്യുന്നവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നവരെ, മിശിഹാതൻ പ്രിയരേ, തിന്മയിൽ ആത്മശരീരങ്ങൾ പങ്കിലമാക്കും ജനനിരയിൽ ചേരുക വഴിയായി വിശ്വാസം നിങ്ങൾ കൈവെടിയാതെന്നും കാത്തിടുവിൻ. ഹൃദയം നിർമ്മലമാ.
താതനുമതുപോൽ ആത്മജനം ദിവ്യ റൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെപ്പിനെയും സാദരമൂർത്തിടാ പാവനം ഈ ബലിയിൽ ആദിയിലെപ്പോൾ എന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മോടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിത ആയിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിലേക്കും
നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാം ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയ എല്ലാവരെയും മനസ്സുമരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാഹിത്യനം രക്ഷിക്കും സ്വരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം. എൻ്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവാൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ ലക്ഷ്യം ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടുത്തെ അനുഷ്ഠിക്കപ്പെടുന്നവരെ ശുചിവീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ ഈ രഹസ്യങ്ങളെ കുറിച്ച് ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രത ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും നല്ല സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാടപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനും ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ബദരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലിയോ 14 പാപ്പാക്കും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്താക്കും, ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ ആൾദോ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നു അങ്ങയുടെ നാമത്തിൽ വേരിപ്പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസരിതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ,
പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതരാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലത് എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തും എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷികളെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കുക. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വ്യക്തിൻ്റെ അമീനമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വാങ്ങി അപരാധങ്ങൾ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ ഞാൻ ദൈവത്തോട് ഹൃദയവും പാപവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയെ വിജയിച്ചതിന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോട് മരിക്കുന്നതിനും കൂടെ ജീവിതങ്ങൾ പങ്കോളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മുടെ രക്ഷകനായ മിശിഹ നമുക്കായി ആത്മീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടെ നമുക്ക് അവിടുത്തെ സമീപിക്കാം. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മിൽ സംപ്രീതനാകട്ടെ. ഹല്ലേലൂയ പാടിക്കൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. നമ്മുടെ രക്ഷകനായ മിശിഹ നമുക്കായി ആത്മീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി അവിടുത്തെ സമീപിക്കാം. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മിൽ സംപ്രീതനാകട്ടെ. ഹല്ലേലൂയ പാടിക്കൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. നിറയുമെന്റെ വിഴികളിൽ ക്രൂശിതാ നിറയൂ, പിടയുമെന്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. നിറയുമെന്റെ വിഴികളിൽ ക്രൂശിതാ നിറയൂ, പിടയുമെന്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നു നീ വീണിടാതെ നിന്നെ പാതി സഞ്ചരിച്ചിടാം. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നു നീ വീണിടാതെ നിന്നെ പാതി സഞ്ചരിച്ചിടാം. ചേർത്തു നിർത്തി കരമിന്നേകണേ. കരയുമെന്റെ മിഴികളിൽ നിൻ സ്പർശമേകണേ. കരുണയോടെ ചേർത്തു നിർത്തി കരമിന്നേകണേ. കരയുമെന്റെ മിഴികളിൽ നിൻ സ്പർശമേകണേ. തിരുവിലാവിൻ ചൂടിനാലും മുറിവുണക്കണേ. കൃപയെന്നിലരുളണേ പൊന്നുനാഥനേ. തിരുവിലാവിൻ ചൂടിനാലും
നിറയുമെന്റെ മിഴികളിൽ ക്രൂശിതാ നിറയൂ പിടയുമെന്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. കുരിശിലെന്നെ പൂർണ്ണനാക്കണേ, തിരുമുഖമായി മാറ്റണേ ഇന്നെന്റെ ജീവിതം. കാൽവരിതൻ കുരിശിലെന്നെ പൂർണ്ണനാക്കണേ, തിരുമുഖമായി മാറ്റണേ ഇന്നെന്റെ ജീവിതം. കുരിശിലേറ്റ മുറിവിനാൽ നീ സൗഖ്യമേകണേ, കൃപയെന്നിലരുളണേ പൊന്നുനാഥനേ. കുരിശിലേറ്റ മുറിവിനാൽ നീ സൗഖ്യമേകണേ, കൃപയെന്നിലരുളണേ പൊന്നുനാഥനേ. നിറയുമെന്റെ വിഴികളിൽ ക്രൂശിതാ നിറയൂ പിടയുമെന്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. നിറയുമെന്റെ മിഴികളിൽ ക്രൂശിതാ നിറയൂ പിടയുമെന്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നും നീ വീണിടാതെ നിന്റെ പാറിൽ സഞ്ചരിച്ചിടാം. കുരിശിലെന്റെ ജീവിതം ചേർത്തിടേണമെന്നും നീ വീണിടാതെ നിന്റെ പാറിൽ സഞ്ചരിച്ചിടാം. എന്നീശോതൻ നാമം കാലിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. ഈശോദൻ സ്നേഹം മനസ്സു
അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ലേ ആണിപ്പാഴുതുള്ള കൈകളാൽ എന്നെ മാറോട് ചേർത്തണച്ചു നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം മഹിയും മഹിരാശകളും എന്നെ പുൽകിടുമ്പോ എന്നും നിൻഹിതമറിയാ ഹൃദയം പ്രാപ്തമാക്കൂ നിൻഹിതമല്ല തിരുഹിതമെങ്കിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം സ്നേഹം നിറഞ്ഞ ഇടവക ജനമേ, ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല ഒരു നോമ്പ് കാലഘട്ടം ആശംസിക്കുകയാണ്. ഇന്ന് ഒരു നേരമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഉപവാസമെടുത്ത് ഒരു നേരം എടുത്തു എന്ന് വിശ്വസിക്കട്ടെ. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നോമ്പിൻ്റെ കാലഘട്ടമാണ്. സാധിക്കുന്ന എല്ലാവരും നോമ്പെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയുടെ മുൻവശത്ത് എല്ലാവർക്കും വിഭൂതി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ ഡബ്ബ എല്ലാവരും കൂടെ വാങ്ങരുത്. നമുക്കറിയാം ഒരു വീട്ടിലേക്ക് ഒന്ന് മതി. അപ്പം നിങ്ങളെ വീട്ടുകാർ തമ്മിൽ ഒരു ഐക്യമുണ്ടാവുക, ഒരെണ്ണം മാത്രം എടുക്കുക എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്ന് പ്രത്യേകിച്ച് ഈ ഒരു തിരുക്കർമ്മത്തിന് നേതൃത്വം കൊടുത്ത സോജൻ അച്ഛനെ സ്പെഷ്യൽ താങ്ക്സ് ടു യു ആൻഡ് വി പ്രേ ഫോർ ഓൾ ഇൻറ്റൻഷൻ ഓഫ് അബ്ബാസിയ ചർച്ച്. മേ ഗോഡ് ബ്ലസ് യു വിത്ത് എ ബ്യൂട്ടിഫുൾ ചർച്ച് ഇൻ അബ്ബാസിയ. ലെറ്റ്സ് ഓൾസോ താങ്ക് ആൻഡ് sincerely thank you our Father Darrell, parish priest and rector, for coming over here and participating in this Eucharist and blessing us with your prayers and presence. Thank you for your introduction. God bless you. നമുക്ക് എഴുന്നേറ്റ് സമാപന പ്രാർത്ഥന ചൊല്ലാം.
പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവിതാകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാനും തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നവനുമായ മിശിഹായെ, പശ്ചാത്താപത്തോടുകൂടെ നിന്റെ പക്കലണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യമെന്നും പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. പോലിന്നീ ബലിയിൽ പങ്കാളികളാകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിക്കപ്പെടുമ്പോൾ
രക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമയോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നമുക്കിന്നൊരു സെൻഡ് ഓഫ് ഉണ്ട്. കെവിൻ മനോജ്, പ്ലീസ് കം. കെവിൻ മനോജ് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കീബോർഡിസ്റ്റാണ്. അപ്പോൾ നമുക്ക് വലിയൊരു നഷ്ടമാണ്. കഴിഞ്ഞു പോയ എത്ര വർഷമായിട്ട് കീബോർഡ് 8 വർഷമായിട്ട് നമ്മുടെ പള്ളിയിൽ കീബോർഡ് കുർബാനകൾക്ക് കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന കെവിൻ 20-ാം തീയതി ഓസ്ട്രേലിയയിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. പാരിഷ് പ്രീസ്റ്റ് വിൽ ബ്ലെസ് ഹിം, പ്രേ ഫോർ ഹിം ആൻഡ് വിൽ പ്രസൻറ്റ് എ മൊമെൻറ്റോ ഓൺ ബിഹാഫ് ഓഫ് അവർ പാരിഷ്. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അങ്ങേ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലെ ആനന്ദവും ആശ്വാസവും പരത്തിലെത്തി സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.